തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 4.5 പതിറ്റാണ്ട് കാലത്തെ ഭരണം LDF നിലനിർത്തിയപ്പോൾ തകർന്നടിഞ്ഞത് BJPയുടെ അധികാരത്തിനായുള്ള കാലങ്ങൾ നീണ്ട പരിശ്രമമാണ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 2 സീറ്റ് കൂടുതലുകൾ നേടി കോൺഗ്രസ് ഇത്തവണ 3 സീറ്റുകൾ തികച്ചു. ഇടതുപക്ഷ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇക്കുറിയും ഇടതുപക്ഷത്തിന് വിജയം സമ്മാനിച്ചത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം LDFന് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. അതേസമയം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന BJPയുടെ ഭരണം പിടിക്കണമെന്ന മോഹം ഇത്തവണയും ഫലം കണ്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വളർച്ചയ്ക്ക് പകരം തളർച്ചയാണ് BJPക്ക് സംഭവിച്ചത്. നഗരസഭയിൽ ആകെയുള്ള 44 വാർഡിൽ കഴിഞ്ഞ തവണ BJPക്ക് 21 വാർഡുകൾ നേടി നല്ല മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും ഇത്തവണ സീറ്റ് 3 കുറഞ്ഞ് 18 ഒതുങ്ങി. മാത്രവുമല്ല, LDFനെതിരെ BJP നടത്തിയ കരുനീക്കങ്ങൾ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല. കഴിഞ്ഞ തവണത്തെ 22 സീറ്റിൽ നിന്നും 25 സീറ്റിലേക്കെത്തി ഭരണം നിലനിർത്തിയ LDF ജനമനസ്സിൽ ഇടം പിടിച്ചു. വികസന നേട്ടങ്ങളെ വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കോട്ടങ്ങൾ പരിഹരിക്കാനും കൃത്യമായി ഇടതുപക്ഷ ഭരണത്തിന് സാധിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെ സീറ്റ് വർധന സ്വാഭാവികമായും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോയ BJPക്ക് LDFന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ കാലിടറി. പാർട്ടിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെടുത്താതെ BJPയുടെ 3 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്താണ് CPIM തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിയത്. അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് 3 സീറ്റ് ലഭിച്ചത് നേരിയ ആശ്വാസമായി. കൈരളി ന്യൂസ്, തൃശൂർ.